മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ അത് ആലപ്പുഴയിലേക്കാണ്. അവിടെ ഹരിപ്പാട് മണ്ഡലത്തിലെ ചിങ്ങോലി പഞ്ചായത്തിൽ 2 ബൂത്തുകളിലെ വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റാൻ SIR ഫോം 7 BLOയ്ക്ക് നൽകിയതായി പരാതി. 166 ബൂത്തുകളിലെ മുസ്ലിം വോട്ടർമാരെ വെട്ടിമാറ്റാനുള്ള ഫോമാണ് നൽകിയതെന്നാണ് പറയുന്നത്. പിന്നിൽ BJP ആണെന്നാണ് വോട്ടർമാർ പറയുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലത്തിലെ ചിങ്ങോലി പഞ്ചായത്തിലാണ്. ഇതാ എന്റെ കയ്യിൽ കാണുന്നത് കുറച്ച് ലിസ്റ്റുകളാണ്. ഫോം 7, അതായത് SIR വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റാൻ അപേക്ഷ നൽകുന്ന ഫോം 7 ആണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ കാണുന്ന വിധാൻസഭ നമ്പർ 107. ഇത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഫോം അല്ല എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിന് പിന്നിൽ ആരാണ്? എന്തുകൊണ്ട് ഇത്രയും ഫോമുകൾ ഈ ഒരു മണ്ഡലത്തിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിൽ മാത്രം എത്തി? ഇത് നമുക്കിപ്പം ഇവിടെയുള്ളത് ഈ ഫോമിലെ പറയപ്പെടുന്ന പേരുകളിലെ ആൾക്കാരാണ്. നമുക്ക് ഇവരോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അക്ഷരാർത്ഥത്തില് ഇതറിഞ്ഞതിൽ പിന്നെ ഞങ്ങളുടെ BLO ബൂത്ത് ലെവൽ ഏജന്റ് അപേക്ഷ കൊടുത്ത് ഇത്രയും ഈ ഫോം 7നെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ദുരൂഹമാണ് ഇതിൻ്റെ അകത്തെ കാര്യം. ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ആകമാനം വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ചിങ്ങോലി എന്ന് പറയുന്ന ഈ കൊച്ചു പഞ്ചായത്തിലെ 166 നമ്പർ ബൂത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതാണ്ട് 56 പേരോളം ഈ നാട്ടിലുള്ള എന്റെ ഭാര്യാപിതാവാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ, അതായത് ഒരു റിട്ടയർ അധ്യാപകനാണ്, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ വോട്ട് ഇതിൽ നിന്ന് നീക്കം ചെയ്യുവാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു ഫോം 7. ആ ഫോം 7ആണ്. അതിനകത്ത് ഏറ്റവും വിരോധാഭാസം ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ BLOയുടെ നിയാദ് എന്ന് പറയുന്ന ആളിന്റെ പേരാണ് ഈ കാണുന്നത്. BLOയ്ക്ക് പോലും വോട്ട് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളാണ് ഈ അപേക്ഷ കൊടുത്തതെന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഇതിലൊരു സാങ്കേതികത്വം? എങ്ങനെയാണ് ഇത് സംഭവം പുറത്തു വന്നത്? അതായത് വോട്ടർ പട്ടികയുടെ SIR നടപടികൾ തുടങ്ങിയ ഒരു ഘട്ടത്തിലും BJPയുടെ ആരും തന്നെ ഇതിൽ ഇടപെട്ടിരുന്നില്ല. അതായത് ആർക്കും ഒരു ദുരൂഹതയും ഒരു ഘട്ടത്തിലും തോന്നിയിരുന്നില്ല. ഇവര് ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇതുപോലൊരു ഇടപെടൽ നടത്തുന്നത്. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ വോട്ടർ പട്ടിക ഇങ്ങനെ ഫോം 7 സബ്മിറ്റ് ചെയ്താൽ നോർമലി ഈ വോട്ടുകൾ BLOയ്ക്ക് ഫോം 7 ഓൺലൈനിലാണ് സമർപ്പിക്കുന്നത്. ഇത് ഡൽഹിയിൽ എവിടെയോ ഇരുന്ന് അവർ ഫോം സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വിധാൻസഭ എന്ന് ഇതിനകത്ത് വരുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിയമസഭ എന്ന് നോർമലി ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി അവർ ഡൽഹിയിൽ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലായി കൈകൊണ്ട് എഴുതിയ ഫോമുകളാണ്. ഇതിനകത്ത് മലയാളം തന്നെ തെറ്റിയാണ് വന്നിരിക്കുന്നത്. അത് ആ ഫോണ്ടിൽ സൈറ്റിൽ കാണുന്ന ഇത് അവർ അവിടെ സമർപ്പിച്ചതിന് ശേഷം ഈ ഫോമുകൾ പ്രിന്റ് ഔട്ട് എടുത്ത് ബൂത്തുകൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇത് വെക്കുന്നത്. എന്നിട്ട് ഇത് ബൾക്കായിട്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുകയും അവിടുന്ന് പ്രാദേശികമായിട്ട് ഇത് മിക്സഡ് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വോട്ട് ചോരി ആരോപണം തന്നെയാണ്. നിങ്ങൾ ഒരു സംശയമില്ല, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടുത്താം, കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയാം, 57 പേരെ ഇവർ ആബ്സെൻസ് ആണ്, നാട്ടിലില്ല എന്ന് പറഞ്ഞ ഈ 57 പേരിൽ 10ഓളം പേർ സർക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് 10 പേർ. ഇവരെങ്ങനെ ഇവിടെ ആബ്സെൻസ് ആവും? അതുപോലെ തന്നെ ഈ 50 പേരെ വരെ ഒരു ഹാളിലിരുത്തി ഞങ്ങൾ കാണിച്ചു തരാം. ഇവർ ഈ നാട്ടിൽ ജീവിക്കുന്ന, ദൈനംദിനം ഈ നാട്ടിലെ കാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ്. അവരുടെ വോട്ടുകളാണ് ആബ്സെൻസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ വിജിലന്റ് അല്ലാതെ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി വോട്ടുകൾ ചേർക്കപ്പെടുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത് ഹരിപ്പാട് നിയോജകമണ്ഡലമാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇവിടുത്തെ MLA എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഇവിടെ 2 ബൂത്തുകളിലായി 110 വോട്ടർമാരെ ബൾക്കായി ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആ ഒഴിവാക്കിയിരിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ബൂത്തിലെ മാത്രമേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് അറിയാം, ഇതിപ്പോൾ ഒരു ബൂത്തിൽ പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ ഇതിന്റെ ഏരിയ മാറി. ഭൂമിശാസ്ത്രപരമായ ഏരിയ ആയിരുന്നു മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി. ഒരു വീട്ടിലെ അച്ഛനും അമ്മയും ഒരു ബൂത്തിലും, മോനും മോളും തൊട്ടടുത്ത ബൂത്തിലും, അങ്ങനെ ആകെപ്പാടെ ഒരു ഡിസ്ലൊക്കേഷനിലാണ് ഈ ബൂത്തിന്റെ അതിർത്തികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തെളിവുകളുണ്ട് ഇവിടെ. അതിൽ നാട്ടിൽ സ്ഥിരമായി
താമസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. 10-50 വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. 10-30 വർഷം ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്തവരുണ്ട്, ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തവരുണ്ട്. ഇതിലൊക്കെ പ്രത്യേകത ഈ 110 പേരെ 2 ബൂത്തുകളായി ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൽ ഒഴിവാക്കപ്പെട്ടതായി ഞങ്ങൾ നോക്കിയപ്പോൾ അതെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പണ്ട് ഒരു ചൊല്ലുണ്ട്, ഈ കണ്ണു കാണാത്തുമ്മ ചുടുന്നതെല്ലാം കൊച്ചപ്പുമായി പോകുന്നത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവും. ഇത് 110 പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അവരെ മാറ്റിയിരിക്കുന്നത്. ഈ ഫോം 7 എന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഫോം അല്ല. ഫോം 7 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വോട്ടറെ നീക്കം ചെയ്യാം, അതല്ല ആൾ ആബ്സെൻസ്. ഇതിനകത്തെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇങ്ങനൊരു ഫോം BLA കയ്യിൽ കൊടുക്കുമ്പോൾ ഫോം 7 കൊടുത്താൽ ഒന്നെങ്കിൽ അയാളുടെ വോട്ട് ആബ്സെൻസ്, നാട്ടിലില്ല, അല്ലെങ്കിൽ ഡെത്ത്, അയാൾ ഇല്ലെങ്കിൽ ഷിഫ്റ്റഡ്, ഈ ലിസ്റ്റിലേക്ക് വരികയാണ്. നോർമലി ഇത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം BLOയുടെ കയ്യിൽ എത്തുന്ന ഒരു ഫോം അവർക്ക് നടപടിയെടുക്കും. ഈ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ വെറുതെ വെരിഫൈ ചെയ്യാൻ കൊടുത്ത ഒരാൾ, ഇതിന്റെ അടിയിൽ എന്താണ് അയാൾ ഒപ്പിട്ടിരിക്കുന്നതാണിത്. ഈ ഉണ്ണിത്താൻ BJPയുടെ സംസ്ഥാന കമ്മിറ്റി കൌൺസിൽ മെമ്പറാണ്. അയാൾ ഇവിടുത്തെ ഇദ്ദേഹത്തെ പോലെ അദ്ദേഹവും ഇവിടുത്തെ BLA ആണ്. അതായത് രാഷ്ട്രീയ പാർട്ടി അംഗീകൃതമായ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച BLA ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് ഇവർക്ക് അറിയേണ്ടതുണ്ട്. വെട്ടിമാറ്റാനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന്റെ ഫോമാണിത്, ഫോം 7 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കാണാം ആബ്സെന്റ് പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്ന് ടിക്ക് ഇട്ടിരിക്കുന്നു ഈ ഭാഗത്ത്. അതുപോലെ ഐ ഒബ്ജക്ട് പ്രൊപ്പോസ്ഡ് ഇംഗ്ലീഷ് നെയിം ഓഫ് ദി പേഴ്സൺ മെൻഷൻഡ് ബിലോ, അതായത് ഇവരെ കൂട്ടിച്ചേർക്കുന്നതിൽ അദ്ദേഹം അതിനെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഐ ഒബ്ജക്ട് ചെയ്യുന്നു എന്നുള്ള ഭാഗത്തും ടിക്കിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഒപ്പും കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള, അതായത് അഡ്രസ്സും വ്യക്തമല്ല, അഡ്രസ്സും മലയാളം ഫോണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണം? അത് അറിയേണ്ട അവകാശം ഇവർക്കുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഫൈസൽ അസീസ്, മീഡിയ 1.